ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ പൈനാപ്പിൾ പച്ചടിയാണ്. എന്തൊക്കെയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് നോക്കാം. നല്ല പഴുത്ത പൈനാപ്പിൾ തൊണ്ട് ചെത്തിക്കളഞ്ഞ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, അധികം പുളിയില്ലാത്ത തൈര്, തേങ്ങ, അരമുറി തേങ്ങ നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്നു, പച്ചമുളക് 2 എണ്ണം, വേപ്പില, വറ്റൽമുളക്, കടുക്, ജീരകം. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ പൈനാപ്പിൾ 2 പച്ചമുളകും നെടുക പിളർന്നിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിക്കുക. ഇവിടെ നമ്മൾ പൈനാപ്പിൾ നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ എങ്ങനെയാണ് അരച്ചിരിക്കുന്നത് നോക്കാം. അരമുറി തേങ്ങയിൽ 1 നുള്ള് ജീരകവും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ആ അരപ്പാണ് നമ്മളിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. എന്നിട്ട് ചെറിയ സിമ്മിൽ ഇതൊന്ന് ചൂടാകാൻ വേണ്ടി കൊടുക്കുക. തേങ്ങ ഒരിക്കലും തിളക്കരുത്. അങ്ങനെ നമ്മുടെ കറി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. തൈര് ഒഴിച്ചു. നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷവും ഒന്ന് ചൂടാവാനായിട്ട് അനുവദിക്കാം. നമ്മുടെ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. താളിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വറ്റൽമുളകും വേപ്പിലയും കടുകും ഉപയോഗിക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് 2 സ്പൂൺ കടുക്, വറ്റൽമുളക്, വേപ്പില. അതിന് നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.